ഒരു ദിവസം വേനൽക്കാലത്ത് മഞ്ഞ് വീഴുന്നു. ആ മഞ്ഞ് സാധാരണ മഞ്ഞല്ലായിരുന്നു. ആരുടെയും മേത്ത് വീണാൽ അപ്പോൾ തന്നെ മരിക്കും. കഥയിലേക്ക് കടക്കാം. ഈ ചാനലിലേക്ക് പുതുതായിട്ട് വന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കഥയുടെ തുടക്കം 3 പെൺകുട്ടികൾ ചെറിയൊരു ബോട്ടിൽ സെലിബ്രേഷൻ ചെയ്യുകയാണ്. പെട്ടെന്നാണ് ഇവർ നിൽക്കുന്ന അടുത്തുള്ള ബിൽഡിങ്ങിലെ എല്ലായിടത്തും കറണ്ട് പോകുന്നതായി കാണുന്നത്. ഇവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പച്ച വെട്ടം ഇവർ അടുത്തേക്ക് വരുന്നതായി തോന്നുന്നു. ഉടനെ തന്നെ കടൽക്ഷോഭം ഉണ്ടാക്കുകയാണ്. ഈ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മറിയുന്നത് പോലെ തോന്നുന്നു. ഇവിടെ നിന്നാൽ ആപത്താണെന്ന് മനസ്സിലാക്കി ഒരു പെണ്ണ് ഫോൺ എടുക്കുവാനായി താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ്. എന്നാലോ വലിയൊരു കാറ്റ് വരുന്നത് കൊണ്ട് തന്നെ ആ കതവ് അടഞ്ഞു പോവുകയാണ്. അവൾക്ക് മണ്ടയ്ക്കോട്ട് കയറുവാനായി പറ്റുന്നില്ല. അവൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. അവളുടെ കൂട്ടുകാരിമാർ ബോധം കെട്ട് താഴേക്ക് കടക്കുന്നു. ഈ വേനൽക്കാലത്ത് കൊടും മഞ്ഞ് അവിടേക്ക് വീഴുന്നു. ഇത് കണ്ടിട്ട് അവൾ ഭയപ്പെടുന്നു. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് ലൂസോ, വാനോ, ലൂക്കാസ്, പിന്നെ ജുവാൻ ഇവരെല്ലാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്യപിക്കാനും ചീട്ട് കളിക്കുവാനായി വെളിയിലേക്ക് വന്നതാണ് കാറയിൽ. ഇവർ മദ്യം മേടിച്ച് വീട്ടിലേക്ക് എത്തി. പാട്ടൊക്കെ വെച്ച് ഇവർ കൂട്ടുകാരെല്ലാം ഒന്നിച്ച് ചീട്ട് കളിക്കുകയായിരുന്നു. ലൂസോയുടെ ബ്രദർ ആണെങ്കിൽ മാസ്ക് ഇട്ടിട്ട് അവർ അടുത്തേക്ക് വരികയാണ്. ഇവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇവൻ വരുന്നൊന്നും ഇവർക്ക് പിടിക്കുന്നില്ല. അവർ പറയുവാണ്, ഈ മാസ്ക് ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് വെച്ചതാ, നീ അവിടെ വെക്കാൻ പറയും. അവൻ അവിടെ വെച്ചിട്ട് പോകുന്നു. ഇതേ സമയം അന്നയാണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അന്തരീക്ഷത്തിലൊക്കെ ഒരു മാറ്റം. എന്ത് സംഭവിക്കാന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇവരാണെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കറണ്ട് പോകുന്നു. എന്ത് പറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർ ടോർച്ച് കത്തിച്ചുകൊണ്ട് നോക്കിയാണ് വെളിയിലേക്ക്. അവിടെയാണെങ്കിൽ മഞ്ഞ് ഉണ്ടാകുന്നതായി ഇവർ കാണുന്നു. മഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാരെല്ലാം ഈ മഞ്ഞ് കൊണ്ട് ഉടനെ തന്നെ കുഴഞ്ഞു വീഴുന്നതും കാണുന്നു. വണ്ടി പോകുന്നവർ പോലും മഞ്ഞ് മേത്ത് വീണ് കുഴഞ്ഞു മരിക്കുന്നതായിട്ടും ഇവർ കാണുന്നു. ഇത് കണ്ട പേടിച്ച് ഇവർ ഓടിപ്പോയി ജനലുകളെല്ലാം അടക്കിയാണ്. എങ്ങനെയും ഈ മഞ്ഞ് ഇവരുടെ മേത്തേക്ക് വീണാൽ മരിക്കുമെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോൾ കറണ്ടും അവിടെ ഇല്ല. ലൂസോ എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ കോട്ട് ധരിച്ചുകൊണ്ട് മഞ്ഞത്തോട്ട് ഇറങ്ങുകയാണ്. ആ മഞ്ഞ് വീഴുമ്പോൾ തന്നെ അവൻ മരിച്ചു പോകുന്നു. ഇത് കണ്ടിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരും ഇറങ്ങിയാൽ മരിക്കുമെന്ന് അവർക്കറിയാം. ലൂസോയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബ്രദർ ആകെപ്പാടെ സങ്കടത്തിലാണ്. അവിടെയുള്ളവർക്കെല്ലാം ഭയങ്കര വിഷമമാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് പോലും ഇവർക്കറിയില്ല. റൂമിലാണെങ്കിൽ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുകയാണ്. ഗാരേജിന്റെ സൈഡിലായിട്ടൊരു സൗണ്ട് വരുന്നു. അവിടേക്കൊരു പെൺകുട്ടി വന്നിട്ട് ഡോർ തുറക്കാൻ ഇവരോട് പറയുകയാണ്. കുറെ പേര് ഡോറ് തുറക്കണമെന്ന് പറയുന്നു. ഗ്യാരയും ജിനായും കൂടി ചേർന്ന് ആ ഡോറ് തുറക്കുകയാണ്. ഇവർക്ക് മദ്യം കൊണ്ടുവന്ന ഡെലിവറി ഗേൾ ആയിരുന്നു അവൾ കോട്ടിട്ടത് കൊണ്ട് മാത്രം അവൾക്കൊന്നും പറ്റിയില്ല. കോട്ട് അവിടെ ഇട്ടിട്ട് കയറി വരാൻ അവളോട് പറയുന്നു. മുതുമുത്തശ്ശന്മാരുണ്ടാക്കി ഒരു സീക്രട്ട് വഴി കൂടിയാണ് അവൾ കയറി വന്നത്. അവൾ വന്ന ആ വഴി കൂടെ അവർ കയറി നോക്കുകയാണ്. എന്നാലും അതിനകത്തൂടെ മഞ്ഞ് വരുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് അങ്ങോട്ടേക്ക് കയറുവാനായി പറ്റിയില്ല. അവിടെ കുറെ താക്കോലുണ്ട്. അതുപയോഗിച്ച് അവർക്ക് അപ്പുറയിലോട്ട് കടക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് അവർ ഇവിടെ കിടക്കുന്ന വണ്ടിയിലേക്ക് കയറുകയാണ്. അവർ വണ്ടിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മഞ്ഞ് വീഴില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാമെന്ന് അവർ കരുതുന്നു. ഓൾറെഡി ഇവര് കോട്ടിട്ടിട്ടുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് ഷീറ്റ് ഇട്ടിട്ടാണ് ഇവർ പതിയെ ആ കാറിലോട്ട് കയറുന്നത്. ഇവർക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. ട്രക്കിന്റെ മണ്ടയ്ക്കോട്ട് വീഴുന്ന ഈ മഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വെള്ളമായി മാറുകയാണ്. ഇവരുടെ മേത്തേക്ക് മഞ്ഞ് വീഴാതെ സൂക്ഷിച്ചാൽ മതി എന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. മറ്റാരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അവർ നോക്കുകയാണ്. അപ്പുറം ഒരു വീട്ടിൽ 2 പേരുണ്ട്. അവർ ഈ കാര്യം ഒന്നും അറിഞ്ഞിട്ടില്ല. അവർക്ക് പ്രായമായവരായിരുന്നു. അയാളുടെ ശരീരത്തേക്ക് മഞ്ഞ് വീഴുന്നു. ഉടനെ തന്നെ അയാൾ അവിടെ തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ഭർത്താവ് വീണ് കിടക്കുന്ന കണ്ടിട്ട് ഭാര്യ പെട്ടെന്ന് ആ ജനലിന്റെ അടുത്തേക്ക് വരികയാണ്. ഭാര്യയുടെ മണ്ടയ്ക്കോട്ട് ആ മഞ്ഞ് വീഴുകയും ആ സ്പോട്ടിൽ തന്നെ അവർ മരിച്ചു പോകുന്നു. ഇത് കണ്ടിട്ട് അവർ അന്തം വിടുകയാണ്. ഇവര് കാരണമാണ് ആ വയസ്സായ ആൾക്കാർ ജനല് തുറന്നത്. അതുകൊണ്ടാണ് അവർ മരിച്ചു പോയതും. ജുവാനാണെങ്കിൽ ഇപ്പോൾ ടെൻഷനായിട്ടിരിക്കുകയാണ്. അവന്റെ മകളെ രക്ഷിക്കുവാനായി ഇപ്പോൾ പോകണം. പക്ഷെ എങ്ങനെ പോകും? അവൻ പറയാണ്, അവിടെ ഇരിക്കുന്ന ആ കോട്ടും മാസ്കും വെച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന്. എന്നാലോ അവിടെയുള്ള ആ കൂട്ടുകാർ സമ്മതിക്കുന്നില്ല. ഞാൻ പോകാമെന്ന് പറയുന്നു. നിങ്ങൾ പോകണ്ട എന്ന് പറയുന്നു. അവിടെയുള്ളവരെല്ലാം ദേഷ്യപ്പെട്ട് നീ മിണ്ടാതിരുന്നു, അവൻ പൊക്കോളും എന്ന് പറയുന്നു. ഇപ്പോൾ ജുവാനാണെങ്കിൽ പയ്യെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവനൊരു ചെറിയ പേടിയുണ്ട്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ റൂസോയുടെ ബോഡിയാണ് കാണുന്നത്. എങ്കിലും ആത്മവിശ്വാസം കൊണ്ട് അവൻ നടന്നു പോകുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് മനുഷ്യർ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും മരിച്ചു കിടക്കുന്നതായി കാണുന്നു. ബാക്കിയുള്ളവർ ജുവാൻ പോകുന്നത് നോക്കിയിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ
ജുവാൻ മാത്രമാണ്. ഒരു മനുഷ്യൻ പോലും അവിടെ ജീവനോടെ ഇല്ല. എല്ലാവരും കാറയിലെല്ലാം മരിച്ചിരിക്കുന്നതായിട്ട് അവൻ കാണുന്നു. തന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നുള്ള ടെൻഷൻ മാത്രമാണ് ജുവാന്റെ മനസ്സിൽ. പിന്നീട് കാണിക്കുന്നത് ജുവാന്റെ മകൾക്ക് ആരെ താമസിക്കുന്ന സ്ഥലമാണ്. അതൊരു ഫ്ലാറ്റാണ്. അവിടെയുള്ളവർ കറണ്ട് പോകുന്നതിന്റെ ഒരു ചർച്ചയിലാണ്. ഇവർ ഈ മഞ്ഞ് വീണ കാര്യമൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഇവർ അടുത്തേക്ക് ഒരു വണ്ടി ഇടിച്ചു കയറുകയാണ്. ആ വണ്ടിയിലുള്ള ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കുകയായിരുന്നു. അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ മഞ്ഞ് അയാളുടെ മേത്തേക്ക് വീണു. പെട്ടെന്ന് അയാൾ കുഴഞ്ഞു താഴേക്ക് വീണു. അപ്പോൾ തന്നെ മരിച്ചു. ബാക്കിയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. ജുവാൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഫ്ലാറ്റിലോട്ടാണ് നടന്നു വരുന്നത്. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് മരിച്ച ശരീരങ്ങൾ മാത്രമേ അവന് കാണുവാനായി പറ്റുന്നുള്ളൂ. ഇപ്പോൾ അവൻ ആ സ്ഥലങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. അവന്റെ കയ്യിലുള്ള മാപ്പ് നോക്കിയാണ് ഇപ്പോൾ ആ ഫ്ലാറ്റിലേക്ക് അവൻ പോകുന്നത്. അന്ന ഇപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുന്നു. അവൾ ചായ തിളപ്പിക്കാൻ വെള്ളം എടുക്കുകയാണ്. കൂട്ടുകാർ പറയുന്നു ആ വെള്ളം എടുക്കരുത്, അതിലെന്തേലും ഒരു വൈറസ് ഉണ്ടാകും. അതിനുശേഷം ബാക്കിയുള്ള കൂട്ടുകാരും പറയുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു അവിടെയുള്ള കുപ്പിവെള്ളം ഉപയോഗിച്ചാണ് അവൾ ചായ ഉണ്ടാക്കുന്നത്. ജുവാൻ ആണെങ്കിൽ യാത്രയിലാണ്. അവനാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ ബോഡികളും ആ മഞ്ഞും കണ്ടിട്ട് അവനൊരു വല്ലാത്ത അവസ്ഥയായി. അവന് പേടി വരാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഒരു മനുഷ്യനെ പോലും അവൻ ജീവനോടെ കണ്ടിട്ടില്ല. വഴി തെറ്റിയാലോ എന്ന് പേടിച്ചിട്ട് അവൻ മാപ്പിൽ കൂടെയാണ് വഴി നോക്കുന്നത്. ഇപ്പൊ എല്ലായിടത്തും മഞ്ഞായതുകൊണ്ട് സ്ഥലം ഏതാന്ന് പോലും മനസ്സിലാകുന്നില്ല. അതേസമയം അവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇനി എത്ര ദിവസത്തേക്കിനുള്ള ഭക്ഷണം ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നു. ജുവാൻ ആണെങ്കിൽ ഇപ്പോൾ റെയിൽവേ താവളത്തിന്റെ അവിടെ നടന്നു വന്നിരിക്കുന്നു. അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട്. അവിടെ ഒരുപാട് പേര് മരിച്ചു കിടക്കുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോലും കാണാത്ത രീതിയിൽ മഞ്ഞ് മൂടി കിടക്കുന്നു. ഒരു ബോഗിയിൽ മാത്രം കുറച്ചുപേർ ജീവനോടെ നിൽക്കുന്നതായിട്ട് അവൻ കാണുന്നു. അവർക്ക് വെളിയിലേക്ക് ഇറങ്ങുവാൻ ഇപ്പോൾ പേടിയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ ചില്ലിലൂടെ അവനോട് ഹെൽപ്പ് ചോദിക്കുന്നു. അവനാണെങ്കിൽ ആ ട്രെയിനിലേക്ക് കയറുന്നു. അവർ ഏകദേശം 6 മണിക്കൂറായിട്ട് ഈ ട്രെയിനിൽ പെട്ടുപോയി. ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹളം വെക്കുകയാണ്. ജുവാൻ പറയാണ് എനിക്ക് നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ വന്ന് രക്ഷിക്കാമെന്ന് പറയുന്നു. അവർ ബഹളം വെക്കുന്നത് കൊണ്ട് തന്നെ ജുവാന്റെ കയ്യിലിരുന്ന ഒരു ബോട്ടിൽ അവർക്ക് കൊടുക്കുന്നു. ആ ബോട്ടിൽ ആർത്തിയോടെ അവരെല്ലാവരും കൂടെ കുടിക്കുന്നു. അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവിടെയുള്ളവർ ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുകയാണ്. അത്രയ്ക്ക് വലിയ ഭീകരാവസ്ഥയാണ് ഇപ്പോൾ അവിടെ അനുഭവിക്കുന്നത്. ഇപ്പോൾ അവൾ ഡെലിവറി ഗേളിനെ കഴിക്കുന്നു. അവളാണെങ്കിൽ പറയുന്നു ഇപ്പോൾ ഇവിടുത്തെ ഫുഡെല്ലാം തീരും, ഞാൻ വെളിയിലേക്ക് പോയി ഫുഡ് നോക്കിയിട്ട് വരാമെന്ന്. ഞാൻ സമ്മതിക്കുന്നില്ല, ഞാൻ വെളിയിലേക്ക് പോകാമെന്നാണ് അവൻ പറയുന്നത്. ആരും പുറത്തേക്ക് പോകണമെങ്കിലും മാസ്ക് വേണം. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു മാസ്കാണ്. അവളുടെ കയ്യിൽ ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. ആ സൈക്കിളിൽ ഒരു ലൈറ്റ് കത്തുന്നു. ഈ സൈക്കിളിൽ കറണ്ട് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇത് ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തൂടെ എന്നാണ് ഇവരുടെ ചിന്ത. ഇവനാണെങ്കിൽ നടന്ന് ഫ്ലാറ്റിലേക്ക് എത്തിയേക്കുവാണ്. ഫ്ലാറ്റിൽ ഒരു കാറ് വന്ന് ഇടിച്ചേക്കുന്ന കണ്ട് അവൻ ഞെട്ടി അകത്തേക്ക് കയറുന്നു. ഇവൻ ഓരോ റൂമുകളിൽ കേൾക്കുമ്പോൾ കൂട്ടപ്രാർത്ഥന നടക്കുന്നു. വേറെ ആൾക്കാർ ഓരോ റൂമുകളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. ഇവൻ നേരെ എലീനയുടെ മുറിയിലേക്ക് കയറുന്നു. എന്നാലും അവളെ ഒന്നും കാണുന്നില്ല. അവൾക്ക് എന്ത് പറ്റിയെന്ന് അവൻ ടെൻഷനിൽ ഇരിക്കുമ്പോഴാണ് അവന്റെ തലയിൽ തോക്ക് ചൂണ്ടിയിട്ട് നീ ആരാ എന്ന് ചോദിക്കുന്നു. അവൻ കാര്യം പറയുന്നു. അപ്പോഴാണ് എലീന അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ അപ്പുറത്തെ റൂമിൽ ഉണ്ടായിരുന്നു. അവൾ ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിക്കുന്നു. അവിടെയുള്ളവർക്കെല്ലാം സംശയമാണ് ഇയാൾ എങ്ങനെയാണ് ഇവിടെ വന്നത്. ഇവിടെ ഇരിക്കുന്ന മാസ്ക് ഇവരെ കിട്ടുവാണെങ്കിൽ ഇവർക്കും വെളിയിലിറങ്ങി ഇവർക്ക് വേണ്ട ആഹാരങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് പറ്റുമല്ലോ. അതാണ് ഇവർ ആലോചിക്കുന്നത്. എലീനയാണെങ്കിൽ അവരെല്ലാം വെളിയിലേക്ക് ഇറക്കി വിടുന്നു. ജുവാനോട് മോള് വഴക്ക് പറയുന്നു. എന്തിനാണ് അച്ഛൻ ഇത്രയും ദൂരം വന്നതെന്ന് ചോദിക്കുന്നു. ജുവാനെ ആണെങ്കിൽ കുറെ പേര് ആക്രമിക്കുകയാണ്. അവന്റെ മാസ്കുകൾ എടുത്തുകൊണ്ട് പോകുന്നു. അവനാണെങ്കിൽ ഇപ്പോൾ തലയിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങുന്നത്. അവൻ ആ തണുപ്പിൽ കുഴഞ്ഞു താഴേക്ക് വീഴുന്നു. ജുവാൻ ഇപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ അവനൊരു വലിയ കുഴിയിലാണ്. അവന്റെ മേത്ത് നിറച്ചിപ്പോൾ മഞ്ഞ് വീണിരിക്കുന്നു. അവനിപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അവൻ നോക്കുമ്പോൾ ട്രക്കിന്റെ ഉള്ളിലായിരുന്നു അവനുണ്ടായിരുന്നത്. അവന്റെ കൂട്ടുകാരെല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. എലീനയും എല്ലാവരും അതിലുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ആകാശത്ത് എന്തോ ഒരു ഉലുക്ക താഴേക്ക് വീഴാൻ പോകുന്ന പോലെ കാണിക്കുന്നു. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.